إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فيا أيها الإخوة المؤمنون أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള ആദരണീയരായിട്ടിക്കരെ സത്യവിശ്വാസികളായ വിശ്വാസിനികളായ എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും റബ്ബുൽ ആലമീനായിട്ടിക്കരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ ആജ്ഞാനിർദ്ദേശങ്ങളും അവൻ്റെ വിധിവിലക്കുകളും നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൻ്റെ അവസാനം നിമിഷം വരെ കാത്തു സൂക്ഷിക്കണമുണ്ടോ എല്ലാവരോടും എന്നോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തെ, ഈ ഉമ്മത്തിനെ, ഈ ഉമ്മത്ത് മുഹമ്മദിയ ഇതിനെ വിശേഷിപ്പിച്ചത് ഉമ്മത്തൻ വസത്ത എന്നായിട്ടിരിക്കണം. മധ്യമ സമുദായം ഉണ്ട് ചൊന്നെങ്കിൽ എന്തിരെ വസത്ത് ഉണ്ട് ചൊന്നെങ്കിൽ നടുവിലുള്ളത് എന്നാണ് അതിനർത്ഥം, മധ്യത്തിലുള്ളത്.
ഒരു മീഡിയൻ സമുദായമാണ് ഈ സമുദായമെന്ന് അല്ലാഹു തആല ഈ സമുദായത്തെ മാത്രമാണ് വിശേഷിപ്പിച്ചത്. കഴിഞ്ഞുപോയ സമുദായമായിട്ടിക്കരെ, വേദഗ്രന്ഥം നൽകപ്പെട്ട സമുദായമായിട്ടിക്കരെ ക്രിസ്ത്യാനികളെയോ ജൂതന്മാരെയോ അങ്ങനെ അല്ലാഹു തആല വിശേഷിപ്പിച്ചില്ല. എന്തുകൊണ്ടാണ് ഈ സമുദായത്തെ അല്ലാഹു തആല അങ്ങനെ വിശേഷിപ്പിച്ചത്? ആ മധ്യമ സമുദായം ഏറ്റവും ഉത്തമമായ സമുദായമെന്ന് ഈ സമുദായത്തേക്ക്, ഈ ഉമ്മത്ത് മുഹമ്മദിയക്ക് എന്തുകൊണ്ട് പേര് നൽകി? നമുക്കറിയാം, മധ്യമ നിലപാടാണ് ഈ സമുദായം സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടത്. എന്നാൽ കഴിഞ്ഞുപോയ സമുദായമായ ക്രിസ്ത്യാനികളാകട്ടെ, അവരുടെ മതത്തിൽ, അവരുടെ ദീനിൽ അതിര് കവിഞ്ഞുപോയ, ഹദ്ദുകൾ മീറിപ്പോയ ഒരു വിഭാഗമായി തീർന്നു. അതേപോലെ തന്നെ വേദഗ്രന്ഥം നൽകപ്പെട്ടതായിരിക്കെ മറ്റൊരു സമുദായമായ ജൂതന്മാർ അവരുടെ ദീനിൽ കുറേ കുറോടിയാക്കിയാണ്, കുറച്ച് വെട്ടിച്ചുരുക്കി. ക്രിസ്ത്യാനികൾ കുറേ അതിരുവിട്ട് കടന്നു പോയി, കുറേ കാര്യങ്ങൾ അതിലേക്ക് കൂട്ടിയിട്ട് അതിരുവിട്ട് കടന്നു പോയി. ജൂതന്മാർ കുറേ കാര്യങ്ങൾ കുറച്ച് അവരുടെ മതത്തെ വെട്ടിച്ചുരുക്കി. എന്നാൽ മുസ്ലിം സമൂഹം അങ്ങനെയല്ല. മുസ്ലിമീങ്ങൾ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഇടയിൽ, അതിന് നടുവിൽ ഉമ്മത്തം വസതാ അല്ലാഹു തആല ഇതിനെ വിശേഷിപ്പിച്ച്. ഇതൊരു മധ്യമ സമുദായമാണ്, മിതമായ സമുദായമാണ് ഈ ഉമ്മത്ത് മുഹമ്മദിയ അഥവാ മുസ്ലിമീങ്ങൾ എന്നിങ്ങനെ അള്ളാഹു വിശേഷിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഇതൊരു കേവലം പേരുകൊള്ള കാനേശുമാർ മുസ്ലിമീങ്ങളെ ഉദ്ദേശിച്ചിട്ടല്ല അല്ലാഹു തആല ഇപ്രകാരം ചൊന്നത്. നാമമാത്രമായ മുസ്ലിമീങ്ങളല്ല, പിന്നെയോ അല്ലാഹുവും അവൻ്റെ റസൂലും കാണിച്ചു തന്നതായിരിക്കുന്ന ആ യഥാർത്ഥ ഇസ്ലാമിനെ ആര് ഫോളോ ചെയ്യുന്നു, ആരതിനെ അനുകരിച്ച്, അതിനെ അംഗീകരിച്ച്, അതിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്നു, അത്തരത്തിലുള്ള മുസ്ലിമീങ്ങളെയാണ് അല്ലാഹു തആല ഇവിടെ മധ്യമ സമുദായം, ഏറ്റവും ഉത്തമമായ സമുദായം, അതായത് അവരുടെ ജീവിതത്തിൽ ഉടനീളം അവർ മധ്യമമായിട്ടിക്കരെ, അതായത് മിതത്വമുള്ള രീതി ആയിരിക്കണം അവർ സ്വീകരിക്കേണ്ടത്. അത് ആരാധനാ വിഷയങ്ങളിൽ മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മധ്യമ സമുദായമാണ്. മിതത്വമായിരിക്കണം. അമിതത്വം കൊണ്ട് ചൊല്ലുന്നത് മതനിയമങ്ങളിൽ എവിടെയും ഉണ്ടാകാൻ പാടില്ല അമിതത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിനെ, ഈ സമുദായത്തെ അങ്ങനെ ആ വിശേഷണത്തോടു കൂടി അല്ലാഹു തആല വിളിക്കൊണ്ടുള്ള കാരണം എന്താണ്? ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനോ അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചു കൊണ്ടല്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. ഏത് വിഷയമെടുത്താലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചു കൊണ്ടല്ലാതെ അവൻ ജീവിക്കാൻ പാടുള്ളതല്ല. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് കൽപ്പിച്ചു, അവൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് കൽപ്പിച്ചു, അത് എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ, അത് ഈ കാലഘട്ടത്തിന് അനുയോജ്യമാണോ എന്നൊന്നും നോക്കാതെ അതപ്പടി അക്ഷരാർത്ഥത്തിൽ അംഗീകരിക്കുകയും ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ക്വാളിറ്റിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു ചൊല്ലുന്നത്. പരിശുദ്ധ ഖുർആനിൽ നാം ഒന്നിലധികം സ്ഥലങ്ങളിൽ അല്ലാഹു തആല ഈ കാര്യം വ്യക്തമാക്കിയത് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് നോക്കൂ. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലൂ സമിഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. എന്തിനിവിടെ അല്ലാഹു തആല ചൊല്ലുന്നത്? ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളായ ആളുമാരുടെ പളക്ക,
അവരുടെ വാക്ക് ഇപ്രകാരം മാത്രമാണ്. ആ പ്രയോഗം അങ്ങനെയാണ്, ഇപ്രകാരം മാത്രമാണ്. എന്ത്? ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, അവരെ അള്ളാഹുവിലേക്കും റസൂലിലേക്കും അവരെ വിളിക്കപ്പെട്ടാൽ, ലിയഹ്കുമ ബൈനഹും, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി, ഇതാ ഈ വിഷയത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും തീർപ്പ് ഇന്നതായിട്ടിക്കറ്, ഈ വിഷയത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും കൽപ്പന ഇന്നതായിട്ടിക്കറ് എന്ന് ഒരു സത്യവിശ്വാസിയോട് പറയപ്പെട്ടാൽ ആ സത്യവിശ്വാസിയുടെ പളക്കം എന്തായിരിക്കണം? അല്ലാഹു തആല ചൊല്ലുറു അയ്യഖൂലു സമിഅനാ വഅതഅനാ, സമിഅനാ വഅതഅനാ, ഞാൻ കേട്ടു, ഞാൻ അനുസരിച്ചു, ഇത്ര മാത്രം. ഇത് മാത്രമായിരിക്കണം. അല്ലാഹ് പറഞ്ഞു, റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ബുദ്ധിക്ക് യോജിക്കുമോ, ഈ കാലഘട്ടത്തിന് യോജിക്കുമോ എന്നൊന്നും അവൻ ചിന്തിക്കാൻ പാടില്ല. പിന്നെ സമിഅനാ വഅതഅനാ, ഞാൻ കേട്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു, ഇത് മാത്രമായിക്കൊണ്ടുണ്ട് അല്ലാഹു തആല ചൊല്ലു അവൻ്റെ പളക്ക. അങ്ങനെയുള്ള ആൾമാരെയാണ് വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥ വിജയികൾ, അവരായിട്ടിക്കറാറ് വിജയികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുറു. അവരല്ലാത്തവർ വിജയികളെല്ലാം. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ചില നിയമങ്ങൾ കേൾക്കുമ്പോൾ ചില ആൾമാർക്ക് വല്ലാത്ത ഒരു നീരസമാണ് ഉണ്ട്, വല്ലാത്ത ഒരു അസഹിഷ്ണുതയാണ് കാണുന്നത്. അതായത് ഓരോ കാര്യവും നമ്മുടെ ദീനിട്ട് ചെന്നിട്ട് നടന്നാൽ, ദീന് പഠിപ്പിച്ചതുപോലെ എന്ന് നാം ദീനിനെ അനുസരിച്ചാൽ നമുക്കിവിടെ ജീവിക്കുന്നത് സാധിക്കുമോ? നമ്മുടെ ബതുക്ക് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? കാലഘട്ടത്തിനനുസരിച്ച് കുറെ ചേഞ്ചസ് ഉണ്ടാകേണ്ടതല്ലേ എന്ന് ചിന്തിക്കരെ ഓരോ ആണും പെണ്ണും നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. ആണ് മാത്രമല്ല, പെണ്ണും നമുക്ക് കാണാൻ സാധിക്കും ഈ നിലയ്ക്ക് ചിന്തിக்கிறങ്ങളെ. അപ്പോ അത്തരത്തിലുള്ള ചിന്തിക്കുന്ന ആളുമാരുടെ അവസ്ഥ ഈ ചൊന്ന ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തായിരിക്കുമെന്ന്, അവർ ശരിയായ വിശ്വാസികളായിരിക്കുമോ ആയിരിക്കൂലേ എന്ന് നമുക്ക് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ചിന്തിവേണ്ടത്, അതായത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സന്ദർഭത്തിലും അവൻ മിതത്വം പാലിക്കുന്നവനായിരിക്കണം. അവൻ്റെ ജീവിതത്തിൽ അവൻ മിതത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം അവൻ ജീവിക്കേണ്ടത്. അല്ലെങ്കിൽ അത് അവനെ സംബന്ധിച്ചിടത്തോളം അപകടകരമായി മാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസും കൂടി ഈ സന്ദർഭത്തിൽ നിങ്ങൾ കേൾക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു, ഇമാം ബുഖാരിയുടെ ഹദീസാണ്, ഇന്നദ്ദീന യുസ്റുൻ, എന്തിരെ? ഇന്നദ്ദീന യുസ്റുൻ വലൻ യുശാദ്ദദ്ദീനു ഇല്ലാ ഗലബഹു ഫസദ്ദിദു വഖാരിബു വഅബ്ശിറു. ഇന്നദ്ദീന യുസ്റുൻ, ഈ ദീനിട്ട് ചൊന്നെങ്കിൽ അത് വളരെ എളുപ്പമുള്ളതാണ്, വളരെ സരളമാണ്. ഈ ദീനിട്ട് ചൊന്നത് വളരെ സിമ്പിളാണ്. അങ്ങനെയുള്ളതായിട്ടിക്കരെ ഈ ദീനിനെ വലൻ യുശാദ്ദദ്ദീനു ഇല്ലാ ഗലബഹു, ഈ ദീനിൽ ആരെങ്കിലും ഒരു ശിദ്ദത്തുണ്ടാക്കണകോ, ഒരു തെല്ല് കാഠിന്യം ഉണ്ടാക്കണകോ, ആരെങ്കിലും അവൻ്റെ സ്വന്തം വകയായി സ്വേച്ഛമായിട്ട് അല്ലാഹുവിന്റെ ദീനിൽ കുറച്ച് കടുപ്പമുണ്ടാക്കണുണ്ടോ ആരെങ്കിലും വിചാരിച്ചാൽ ഇല്ലാ ഗലബഹു, അല്ലാഹുവിൻ്റെ റസൂൽ ചൊല്ലുറു, അവൻ പരാജയപ്പെട്ടു പോകും, അവൻ തോത്തുപോകും അവൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് അത് ആരും ശ്രമിച്ചു പോകരുത്. ഫസദ്ദിദു, നിങ്ങൾ എന്താക്കണം? നേരെയുള്ള മാർഗമായിരിക്കണം നിങ്ങൾ സ്വീകരിക്കേണ്ടത്. നിങ്ങളുടെ മാർഗം നേരെ ചൊവ്വയുള്ള മാർഗമായിരിക്കണം. വളഞ്ഞ തിരിഞ്ഞ മാർഗങ്ങളിലൂടെ ആയിരിക്കരുത് നിങ്ങൾ സഞ്ചരിച്ചു പോകേണ്ടത്, നേരെ ചൊവ്വയായിരിക്കണം. വഖാരിബു, നിങ്ങൾ മധ്യമമായ മാർഗമായിരിക്കണം നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെ വഅബ്ശിറു, നിങ്ങൾ സന്തോഷിച്ചുകൊണ്ട് ജീവിക്കണം. മധ്യമമായ നേരായ മാർഗത്തിലൂടെ അവൻ ജീവിക്കുമ്പോൾ അവനക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ അവനക്ക് ജീവിക്കൊടുക്കാൻ സാധിക്കും. അല്ല എങ്കിൽ അവൻ പരാജയപ്പെട്ടു പോകും. അതവനെ സംബന്ധിച്ചിടത്തോളം അപകടകരമായി മാറും. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മധ്യമമായ നിലപാടുണ്ട് ചെന്നെങ്കിൽ ആരാധനയുടെ വിഷയത്തിൽ
മാത്രമല്ല ഭക്ഷണപാനീയങ്ങളുടെ വിഷയത്തിലായാലും, അവൻ്റെ ഉടുക്കരെ അവൻ്റെ വസ്ത്രധാരണത്തിലായാലും, ജനങ്ങൾക്ക് കൊടുക്കുന്ന ദാനധർമ്മങ്ങളുടെ വിഷയത്തിലായാലും, എത്രത്തോളം അവൻ്റെ നടത്തത്തിലായാലും, അവൻ്റെ പളക്കത്തിലായാലും വേണ്ട. ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് നടത്തുന്ന യുദ്ധങ്ങളുടെ സന്ദർഭത്തിലായാൽ പോലും ഇസ്ലാം വഴിപാട്ടുന്നത് അവിടെ മധ്യമമായ നിലപാടായിരിക്കണം സ്വീകരിക്കേണ്ടത്. അതിക്രമം പാടില്ല, ഹദ് മീറണുക പാടില്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ആയത്തൊന്ന് നോക്ക്. വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും. എന്തിനെ? വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. വഖാതിലൂ ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യണം. അല്ലദീന യുഖാതിലൂനകും, ആരോട്? എല്ലാ മുസ്ലിമീങ്ങളല്ലാത്തവരോട് യുദ്ധം ചെയ്യണമെന്നാണ് അല്ലാഹു തആല ചൊല്ലുന്നത്. കാഫിരീങ്ങളോട് യുദ്ധം ചെയ്യുന്നുണ്ടാണ് അല്ലാഹു തആല ചൊല്ലുന്നത്. അന്യമതക്കാരോട് യുദ്ധം ചെയ്യുന്നുണ്ടാണ് അല്ലാഹു തആല ചൊല്ലുന്നത്. അല്ല, അല്ലദീന യുഖാതിലൂനകും, ആര് നിങ്ങളോട് യുദ്ധം ചെയ്യണക്ക് വേണ്ടാറ്, അവരോട് മാത്രമായിരിക്കണം നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്. വലാ തഅതദൂ, നിങ്ങളുടെ ഭാഗത്ത് അതിക്രമം ഉണ്ടാകണു തീര. ആ യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും നിങ്ങളുടെ ദുഷ്മനായിരിക്കുന്ന ശത്രുക്കൾ, നിങ്ങളെ വകവരുത്തുകൊണ്ട് പണ്ടതായിരിക്കുന്ന ശത്രുക്കൾ, അവരോട് പോലും നിങ്ങൾ എന്താക്കണു തീര, ഹദ്ദുമീറണു തീര, അതിക്രമം ഉണ്ടാകണു തീര. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ സംസ്കാരം. ഇത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ മര്യാദയാണ്. ഇത് വേറെ മതത്തിൽ കാണുന്നത് സാധ്യമല്ല. ഇന്ന് ലോകങ്ങളിൽ യുദ്ധം നടക്കുന്നത് നാം കാണുന്നുണ്ട്. ഫലസ്തീനും ഇസ്രയേലുമായിട്ട് എന്താണ് ഇവിടെ ചെയ്യുന്നത് നമുക്കൊക്കെ പിടിയുള്ള കാര്യമാണ്, അല്ലേ? ഇസ്രയേലിലെ കാപ്പാലികരായ യാഥാസ്ഥിതികരായ ജൂത സിയോണിസ്റ്റ് പട്ടാളക്കാർ ഫലസ്തീനിലെ ചെറിയ കുഞ്ഞുങ്ങളെ പോലും വകവരുത്ത് നാം കാണുന്നുണ്ട്, അല്ലേ? ഇത് എന്തിൻ്റെ ഗുണമാണ്? അത് അവരുടെ ധർമ്മശാസ്ത്രത്തിൻ്റെ ജീർണതയാണ് നമുക്ക് മനസ്സിലാക്കിത്തേണ്ടത്. അവരുടെ ആദർശത്തിൻ്റെ, അവരുടെ വിശ്വാസത്തിൻ്റെ ജീർണതയാണ് മനസ്സിലാക്കിത്തേണ്ടത്, അല്ലേ? പരിശുദ്ധ ഇസ്ലാമിൻ്റെ സംസ്കാരം നിങ്ങൾ നോക്കൂ. നിങ്ങളോട് യുദ്ധം ചെയ്യണമെന്ന് വരുന്ന ആളോട് മാത്രമാണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്. ഇത് പരിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണ്. ഈ കൽപ്പന അനുസരിച്ചായിട്ട് ലോകനേതാവ് റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് ആളുമാർ പറഞ്ഞേക്കുമ്പോൾ സേനാ നായകന്മാരോട്, സേനാധിപതികളോട് പ്രത്യേകമായിട്ട് ഇക്കരം നിർദ്ദേശം നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് പോകുമ്പോൾ അവിടെ പ്രായമുള്ള വൃദ്ധന്മാരായ ആളുകളെ നിങ്ങൾക്ക് കാണാം. അവരെ നിങ്ങൾ ഉപദ്രവിക്കണമെന്ന് തീരാ. എത്രയോ പെണ്ണുങ്ങളെ കാണാം, സ്ത്രീകളുണ്ടാകാം, അവരെ നിങ്ങൾ ഉപദ്രവിക്കണമെന്ന് തീരാ. എത്രയോ പിഞ്ചു മക്കളുണ്ടാകാം, അവരെ നിങ്ങൾ ഉപദ്രവിക്കണമെന്ന് തീരാ. അതേപോലെ തന്നെ ആരാധനാലയങ്ങളിൽ, മന്ദിരങ്ങളിൽ, ചർച്ചുകളിൽ, സിനഗോഗുകളിൽ ആരാധനയിൽ കളിയിലെ ഭക്തന്മാരെ നിങ്ങൾക്ക് കാണാം, സന്യാസിമാരെ കാണാം, മുനിമാരെ കാണാം, മഹർഷിമാരെ കാണാം. അവരെ നിങ്ങൾ ഉപദ്രവിക്കണമെന്ന് തീരാ. ഇങ്ങനെയുള്ള വ്യക്തമായ നിർദ്ദേശമായിട്ടുണ്ട് ലോകനേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സേനാ നായകന്മാർക്ക് പോലും നൽകിയിരുന്ന ഉപദേശം. പ്രിയമുള്ള സഹോദരങ്ങൾ, എവിടെയാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ഈ മഹത്തായ വാചകം നാം ശ്രദ്ധിക്കേണ്ടത്? ഇന്ന് വെസ്റ്റേൺ കൺട്രീസുകൾ, പാശ്ചാത്യൻ രാജ്യങ്ങൾ ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഖുർആനിലെ ഇത്തരത്തിലുള്ള ജിഹാദിന്റെ പദങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനോട് എന്തിനെ ഇസ്ലാമിനെ പേടിക്കണം, ഇസ്ലാം ചൊല്ലുന്നത് അഥവാ ഖുർആനങ്ങളോട് കൽപ്പിക്കരുത്, അന്യമതത്തിലെ അനുയായികളോട് യുദ്ധം ചെയ്യണം. അങ്ങനെ ചോരക്കൊതിയന്മാരായിട്ട് കിറാറ് മുസ്ലിമീങ്ങളുണ്ട് ചൊല്ലുന്നത്, രക്തദാഹികളായിട്ട് കിറ മുസ്ലിമീങ്ങളുണ്ട് ചൊല്ലുന്നത്. കാരണം ഞങ്ങളുടെ വേദഗ്രന്ഥം പഠിപ്പാട്ടത് എങ്ങനെയാണ് എന്നാണ് പാശ്ചാത്യൻ രാജ്യം ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് പോലും കോർട്ടിലേക്ക് അപ്പീൽ പോയി ഖുർആനെ നിരോധിക്കണോണ്ട് ചൊന്നത്. ഇവിടുത്തെ ഫാസിസ്റ്റ് വർഗീയ ശക്തികളായിട്ട് അതിന് പിന്നിലുണ്ടായത് ഖുർആനെ നിരോധിക്കണം. ഇവിടെ ഉണ്ട് ജഡ്ജിമാർ ഖുർആൻ വായിച്ചു, ഖുർആൻ പഠിച്ചാറ്. ഖുർആൻ പഠിച്ചിട്ട് നമുക്ക് അവർക്ക് മനസ്സിലായി അങ്ങനെയുള്ള ഒരു പ്രയോഗം ഖുർആനിലില്ല.
വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും. ആര് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടാറോ അവരോട് മാത്രമായിരിക്കണം നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്. അതും അവിടെയും നിങ്ങൾ എന്താക്കണം കുത്തീറ? അമിതത്വം, ഹദ് മീറണു കുത്തീറ, അതിക്രമം കാണിക്കണു കുത്തീറ. മിതത്വമായിരിക്കണം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം പിടിച്ചൊല്ലുന്നത് മധ്യമമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. എല്ലാ രംഗത്തും, ആരാധനാകർമ്മങ്ങളിലും, അതേപോലെ തന്നെ അന്നപാനീയങ്ങളുടെ വിഷയത്തിലായാലും വസ്ത്രധാരണത്തിന്റെ വിഷയത്തിലായാലും ദാനധർമ്മങ്ങൾ, മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ കൊടുക്കുന്ന വിഷയത്തിലായാൽ പോലും അവിടെ മിതത്വം കാണിക്കണമെന്നാണ് ഇസ്ലാം പിടിപാട്ടത്. ഒരു ചെറിയ സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഇന്റെ സന്ദർഭത്തിൽ മഹാനായ സ്വഹാബി സഅദ് ബിൻ അബി വഖാസ്, ആരാണ് സഅദ് ബിൻ അബി വഖാസ് എന്ന് ചൊന്നെങ്കിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബി ആയിട്ടുണ്ട്. എന്തിനെ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരു സഹാബി. ആ സഹാബി രോഗബാധിതനായി. എങ്ങനെയുള്ള രോഗം? ഇനി ഒരിക്കലും ഇനി ജീവിതത്തിലേക്ക് ബതുക്കിലേക്ക് വരണത് സാധ്യമല്ല എന്ന് ആ സഹാബി മനസ്സിലാക്കിയിട്ട്, അങ്ങനെ ഉണ്ടാകുമ്പോൾ ചില രോഗങ്ങളൊക്കെ കുറേ കാലം ഇങ്ങനെ ബെഡിൽ കിടക്കുമ്പോഴത്തെ ആൾ വിചാരിക്കും ഞാൻ ഇതിൽ തന്നെ മരിച്ചു പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു രോഗം. ആ രോഗിയായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ചുകൊണ്ട് പോകും. രോഗിയെ സന്ദർശിക്കുക ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അത് മറ്റൊരു വിഷയമാണ്. പിടിയത്തല്ലേ? ഒരാൾ ഒരു രോഗിയെ, പ്രത്യേകിച്ചും അവൻ്റെ ബന്ധുമിത്രാദികൾ, പ്രത്യേകിച്ചും ആദർശ ബന്ധുക്കൾ, സത്യവിശ്വാസികളായ ആദർശ ബന്ധുക്കളെ സന്ദർശിക്കൊണ്ട് പോകുമ്പോഴത്തോ അവിടെ 70,000 മലക്കുകൾ അവനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ട്. വലിയ വലിയ പ്രതിഫലമുള്ള ഒരു കാര്യമാണ് രോഗിയെ സന്ദർശിക്കുക എന്നത്. റസൂലുള്ളാഹി രോഗിയെ സന്ദർശിച്ച് സഅദ് ബിൻ അബി വഖാസിനെ സന്ദർശിച്ച് മടങ്ങുമ്പോൾ ആ സഹാബി റസൂലുള്ളാഹിട്ട് ചൊല്ലൊരു പളക്കമുണ്ട്. നല്ലപോലെ മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം. യാ റസൂലല്ലാഹ്, ഞാനിനി ചെമ്മക്കാലം ജീവിക്കൊണ്ട് കാണുന്നില്ല. ഞാൻ ചിലപ്പോൾ മരിച്ചു പോകും ഈ രോഗത്തിൽ. പക്ഷെ നിങ്ങളുടെ ചെമ്മ സമ്പത്തുണ്ട് റസൂലേ. കാരണം സഅദ് ബിൻ അബി വഖാസ് വലിയ ഒരു വെൽത്തിമാനായിട്ടുണ്ട്, വലിയ ഒരു സ്ഥിതിവന്തനായിട്ടുണ്ട്, ശ്രീമന്തനായിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിയോട് ചൊല്ലു, യാ റസൂലല്ലാഹ്, നിങ്ങളുടെ ചെമ്മ സമ്പത്തുണ്ട് നക്ക്. ഞാൻ എൻ്റെ നക്കുള്ളത് നക്കൊരു അനന്തരം എടുക്കരുത്, വാരീസുദാരനായിട്ടിരിക്കരുത്, ഒരു പെണ്ണുമോള് മാത്രമായിട്ടിരിക്കരുത്, ഒരു പെണ്ണുമോള് മാത്രമായിട്ടിരിക്കരുത്. അപ്പം ആ പെണ്ണുമോളുക്കുള്ളതെന്നാ എടുത്തു വെച്ചിട്ട് ബാക്കിയെല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ സദഖ കൊടുക്കണം ഉദ്ദേശിക്കരുത് റസൂലേ, ഞാൻ അങ്ങനെ കൊടുക്കട്ടെ. റസൂലുള്ളാഹിയുടെ കേൾക്കരുത് അല്ലേ? നമ്മളെന്ത് ചൊല്ലും? നല്ലതല്ലേ, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാറുണ്ടായിരിക്കും. പക്ഷെ അല്ലാഹുവിൻ്റെ റസൂൽ റഹ്മത്തുൽ ലിൽ ആലമീൻ, ശരിയായ ദിശാബോധം നൽകുക ആ റഹ്മത്തുൽ ലിൽ ആലമീൻ ആ സഹാബിയുടെ ചൊല്ലുറു വേണ്ട വേണ്ട. അപ്പൊ രണ്ടാമത് ആ സഹാബി കേൾക്കറി, യാ റസൂലല്ലാഹ്, ശരി, എന്നാൽ നിന്റെ സമ്പത്തിനെ 2/3 ഭാഗമാക്കിയിട്ട് ആ 2 ഭാഗം ഞാൻ കൊടുക്കട്ടെ. 2/3 നിന്റെ പ്രോപ്പർട്ടിയുടെ 2/3 ഞാൻ കൊടുക്കട്ടെ നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു, വേണ്ട വേണ്ട, അതും കൊടുക്കണ്ട. അപ്പൊ സഹാബി മൂന്നാമത് അവസാനമായിട്ട് രണ്ടാമത് പിന്നെ കേൾക്കരുത് ആ സഹാബി. അപ്പൊ യാ റസൂലല്ലാഹ്, നിന്റെ സമ്പത്തിന് നേരെ അർദ്ധഭാഗം, നേരെ പകുതി ഭാഗം ഞാൻ കൊടുക്കട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തില്ല, വേണ്ട. ലാസ്റ്റ് കൊനേതായിട്ട് അയാൾ കേൾക്കറ ആ സഹാബി, അഫ അതസദ്ദഖു ബിസുലുസിഹി, എന്തിനെ? നിന്റെ സമ്പത്തിനെ 1/3, നിന്റെ പ്രോപ്പർട്ടിയുടെ 1/3, 1/3 ഭാഗം ഞാൻ കൊടുക്കട്ടെ നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു, 1/3 ഭാഗം ഇത് ചെമ്മയായിട്ട് കൊടുക്കണ്ടാണ്ട് ചൊന്നില്ല. ചെമ്മ മസലകളൊക്കെ പണ്ഡിതന്മാർ ഈ ഹദീസ് നിന്നിട്ട് നിർദ്ധാരണം ചെയ്യാറ്. പിടിയായിത്തല്ലേ? വസിയത്തുമായി ബന്ധപ്പെട്ട ഇൻഷാ അല്ലാഹ് അത് മറ്റൊരിക്കലും നമുക്ക് സംസാരിക്കാം. ഈ ഹദീസിൽ നിന്നിട്ട് ചെമ്മ മസല നിർദ്ധാരണം ചെയ്യുക ഒരു ഹദീസായിട്ടിക്കര്, വസിയത്തുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ചും. അപ്പോ 1/3 ഭാഗം 1/3 ഞാൻ കൊടുക്കട്ടെ നബിയെ എന്ന് കേൾക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുറു, 1/3 അത് ചെമ്മയായിട്ട് അത്ര വേണ്ടായിട്ട് ചെന്നെങ്കിൽ അതിനെ തായമയ്യാവും, അതിനെ കീളുമയ്യാവും. സഹാബി അംഗീകരിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയുടെ ചൊല്ലൊരു പളക്കം നിങ്ങൾ മനസ്സിലാക്കണം. സഅദേ, ഞാൻ എന്തിനു വേണ്ടി പ്രകാരം ചെന്നിട്ട് നിനക്ക് പിടിയുണ്ടോ? ഇന്നക അൻതദറ വറസതക അഗ്നിയാ ഖൈറുൽ ലക മിൻ അൻതദറഹും അലാ യതകഫഫൂന അന്നാസ്. ഓ സഅദേ,
നിന്റെ കുടുംബത്തെ, നിന്റെ മക്കളെ ദരിദ്രരായിട്ട് മറ്റുള്ളവരെ മുന്നോളൂ കൈനീട്ടിരെ യാചിക്കര ഒരവസ്ഥയേക്കാൾ നീ ഇവിടെ നിന്ന് യാത്രയാകുമ്പോഴോ സമ്പത്തുള്ളവരായിട്ട് ഞങ്ങളെ വിട്ടുപോകലത് നല്ലതല്ലേ? നിന്റെ സമ്പത്തുണ്ടെങ്കിൽ ആ മക്കൾ പിന്നീട് നിന്റെ കാലം കഴിഞ്ഞതിൻ്റെ ശേഷം ആരട്ടെയും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവൂല, യാചിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവൂല. ചിലപ്പോൾ നമ്മളൊക്കെ പറയുന്നല്ലോ, അബ്ബരട്ടെ ചെമ്മ സമ്പത്തിന്ത്, അബ്ബരട്ടെ വലിയ കോടിയാധിപത്യത്തിലായിട്ടിരുന്ന, പക്ഷെ എല്ലാം ബിന്ദാസാക്കിയിട്ട് എല്ലാം എന്തെല്ലോ ആക്കിയിട്ട് ഇപ്പം ഇതാ മക്ക കാണ്ടില്ലേ പട്ടിണിയാവരുത് എന്നൊക്കെ നാം ചെന്ന് കേൾക്കറ അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുറു, സഅദേ നിന്റെ മക്കൾക്ക് എന്തെങ്കിലും ബാക്കി വെച്ച് അങ്ങനെ ശ്രീമന്തരായിട്ട് നീ വിട്ടുപോകുന്നെങ്കിൽ നിന്റെ കാലം കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവരെ യാചിക്കുന്ന ദരിദ്രരായി മാറുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത് സഹദേ. അതിന് വേണ്ടിയായിട്ടുണ്ട് ഞാനിങ്ങനെ ചൊല്ലുന്നത്. നോക്കണം. അങ്ങനെ ആ സഹാബി ചൊല്ലുറു. ആ സഹാബി വിചാരിച്ചത് റസൂലുള്ള മരിക്കര മുന്നമേ നാം മരിക്കുവാനായിട്ടുണ്ട് ആ സഹാബി വിചാരിച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2-3 മാസം കഴിഞ്ഞ് റസൂലുള്ള മരിക്കരുത്, റസൂലുള്ള വഫാത്താവും. റസൂലുള്ള വഫാത്തായത് പിന്നെ ഈ സഹാബി ജീവിക്കറ്. സഹാബിയുടെ രോഗം ഗുണായിത്ത് ഷിഫയായിത്ത് രോഗം, നല്ല ആരോഗ്യം വന്ന് പിന്നെ സഹാബിക്ക് പിന്നെ മക്കളുണ്ടായിത്ത്. മനസ്സിലാക്കണം, സഹാബിക്ക് പിന്നെ മക്കളുണ്ടായിത്ത് മരിക്കരേറ്റ് വിചാരിച്ച ഈ സഹാബി റസൂലുള്ളാഹിയുടെ കാലശേഷം അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്തും അയാൾ ജീവിച്ചിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു 10-10.5 വർഷക്കാലം ഭരണം നടത്തിയ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും ഇയാൾ ജീവിക്കുന്നുണ്ട്. മാത്രമല്ല ഉമർ റളിയല്ലാഹു അൻഹു അയാൾക്ക് വലിയ ഒരു പൊസിഷൻ ഒരു സ്ഥാനം കൊടുത്തു. ഇറാഖിന്റെ ഗവർണറാക്കിയിട്ട് മഹാനായ സഅദ് ബിൻ അബീ വഖാസിനെ വലിയ ഒരു സംഭവമാണ്. ഇറാഖിന്റെ ഗവർണറാക്കിയിട്ട് അങ്ങനെ ആ ഇറാഖിൽ കൂഫ സിറ്റി ഉണ്ടാക്കിയത് ഇയാളാണ്. സഅദ് ബിൻ അബീ വഖാസ് ഒരുപാട് ഇസ്ലാമിക സേവനം ചെയ്ത് ആ കൂഫ രാജ്യത്തെ ഈമാനിന്റെ കേന്ദ്രമാക്കി, ഇൽമിന്റെ വിജ്ഞാനത്തിന്റെ കേന്ദ്രമാക്കി, അങ്ങനെ ഒരു ഇസ്ലാമിക് സെന്ററാക്കി മാറ്റിയെടുത്തത് ആരായിട്ടുണ്ട്? ഈ സഹാബിയായിട്ടുണ്ട് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്തും ഇയാൾ ജീവിക്കരുത്. അങ്ങനെ ചെന്നെങ്കിൽ റസൂലുള്ള വഫാത്തായി ഏകദേശം 10-30 കൊല്ലം കളഞ്ഞിട്ടാണ് ഈ സഹാബി മരിക്കുന്നത്. മനസ്സിലാക്കണം. അപ്പോഴേക്കും ഇയാൾക്ക് മക്കളായിട്ട് നമ്മളൊക്കെ ചൊല്ലുന്ന മാതിരി പുള്ളിയും ചള്ളിയും ഒക്കെ ഇയാൾക്കായിട്ട്. അപ്പൊ ഇയാൾ ഓർക്കുറു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടക്ക റസൂലുള്ള തന്നെ അന്ന് രോഗം സന്ദർശിക്കൊണ്ട് വരുമ്പോൾ ചൊന്നവര് പടക്ക, സഅദേ നിന്റെ കുടുംബം പട്ടിണിയായി പോകും. ഇയാൾ വിചാരിക്കുന്നത് ഞാനിപ്പോൾ സദക്ക എല്ലാം കൊടുത്തിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ പട്ടിണിയാകുമായിരുന്നു, നിന്റെ മക്കൾ ദരിദ്രരാകുമായിരുന്നു. നോക്കണം, ആ റഹ്മത്തുൽ ആലമീൻ എത്ര നല്ല ഒരു ദിശാബോധമാണ് നമുക്ക് നൽകിയത് ഉണ്ട്. പിടിയായിട്ടല്ലേ? അപ്പം അതുകൊണ്ട് ഇതായിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മിതത്വമാണ്. അതായത് ജീവിതത്തിൽ എവിടെയും ആരാധനാ വിഷയത്തിലായാലും ദാനധർമ്മങ്ങളുടെ വിഷയത്തിലായാലും ഒരിക്കലും ഹദ് മീറുക പാടില്ല എന്ന മഹത്തായ സംസ്കാരം, മഹത്തായ മര്യാദയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പാട്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തായ സംസ്കാരം ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فيا أيها الإخوة المؤمنون اتقوا الله في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നാം കാത്തു സൂക്ഷിക്കേണ്ട
ഒരു സത്യവിശ്വാസിയുടെ ഒരു പ്രധാനമായിട്ടിക്കര ഒരു ഗുണം, ഒരു ക്വാളിറ്റിയായി പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിക്കരുത്, അവൻ ജീവിതത്തിൽ മിതത്വം പാലിക്കുന്നവനായിരിക്കണം, ജീവിതത്തിലെ എല്ലാ വിഷയത്തിലും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തെ വിശേഷിപ്പിച്ചത് ആ നിലക്കാണ്, ഉമ്മത്തൻ വസത്ത എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മിതവ്യയോട്ടുള്ളത് ദൃശ്യീലമായി മാറണം. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ സമുദായം പല വിഷയത്തിലും ദുർവ്യയമാണെന്ന് കാണിക്കുന്നത്, ദുന്തുകാരിക്കയാണ് കാണിക്കുന്നത്. മറ്റുള്ള സമുദായങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സമുദായത്തിൽ അത് കൂടുതലാണ് കാണുന്നത്. ഓരോരുത്തരും കയ്യിൽ കുറച്ച് പണം വന്നാൽ പിന്നീടങ്ങ് തുടങ്ങി പത്രാസ്, അതായത് മറ്റുള്ളവരോട് ഞാൻ ഏറ്റവും മേലെയാണ് എന്ന് കാണിക്കാനുള്ള പത്രാസും ദുർവ്യയവും ദുന്തുകാരിക്കയുമെല്ലാം അവൻ്റെ ജീവിതത്തിൽ കാണാം. എത്രയെത്ര ആഹാര സാധനങ്ങളെയാണ് വേസ്റ്റാക്കി കളയുന്നത് പ്രിയമുള്ളവരെ, എത്രയാണ് പാകം ചെയ്യുന്നു, കുറേ ആളുകൾക്ക് വേണ്ടി, എന്നിട്ട് കുറേ ബാക്കി വരുമ്പോൾ അതിന് അതേപോലെ കൊണ്ടുപോയി തട്ടിക്കളയുന്ന ഒരു സംസ്കാരമാണ് ഇന്ന് ഈ സമുദായത്തിൽ കാണുന്നത്. മനസ്സിലാക്കണം നാം, അല്ലാഹുവിൻ്റെ റസൂൽ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ വെറുപ്പ് അത്തരത്തിലുള്ള ആളുകളോട് പ്രകടമാക്കുന്ന നമുക്ക് കാണാം. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ, തീർച്ചയായിട്ടും ഇങ്ങനെ ദൂർത്തടിക്കരാങ്ങോ, ഇങ്ങനെ പത്രാസ് കാണിക്കരാങ്ങോ, അങ്ങ് സത്താന്മാരുടെ സോദരന്മാരായിട്ടിക്കറാറ്. വളരെ ഗൗരവമുള്ള അല്ലാഹുവിൻ്റെ വെറുപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു തആല ചൊല്ലര പളക്കാം. കാരണം ദുന്തുകാരിക്കേണ്ടി ചെന്നതിന് നന്ദി കേടാണ്, അല്ലാഹുവിന്റെ ആജ്ഞയെ ഉല്ലംഘിക്കലാണത്, ആജ്ഞോല്ലംഘനയാണ്. കൃതജ്ഞതയായിട്ടിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതായിരിക്കുന്ന അനുഗ്രഹമാകുന്ന സമ്പത്തുക്ക് കൃതജ്ഞത കാണിക്കുന്നതിന് ബദലായിട്ട് കൃതജ്ഞത കാണിക്കുന്നതായിട്ടിക്കറ ആ സ്വഭാവം. അത് മാത്രമല്ല, നാം ജീവിക്കുന്ന ലോകത്ത് എത്രയെത്ര ആളുമാർ ഒരു നേരത്തെ ആഹാരത്തേക്ക് ഗതിയില്ലാത്ത, മനസ്സിലാക്കണം, ഒരു നേരത്തെ ആഹാരത്തേക്ക് ഗതിയില്ലാതെ, അതേപോലെ തന്നെ ഉടുത്തുണിക്ക് മറുതുണിയില്ലാത്ത, ഒന്ന് രാത്രി ഉറങ്ങാൻ വേണ്ടി ഒരു ചോപ്പട പോലും ഒരു കൂര പോലും ഇല്ലാത്ത, ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിനല്ല ലക്ഷോപലക്ഷക്കണക്കിന് ജനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ രീതിയിൽ അശ്രദ്ധ കാണിക്കുന്നവരോട് നാം പറഞ്ഞു കൊടുക്കണം. അത്തരത്തിലുള്ള ദുന്തുകാരിക കാണിക്കുന്ന മുതലാളിമാർ നമ്മുടെ സമുദായത്തിലുണ്ട്, അവരെ നാം ഓർമ്മിപ്പിച്ചു കൊടുക്കണം. എത്രയോ ദുന്തുകാരന്മാരെ ഈ ഭൂമി പിടിച്ച് വിഴുങ്ങിയ സംഭവം പരിശുദ്ധ ഖുർആൻ നമുക്ക് ചൊന്നുതണ്ട്. അവർക്ക് നാം പറഞ്ഞു കൊടുക്കണം, ഇത് നല്ലതല്ല. ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്ന ദുന്തുകാരികകൾ നടത്തുന്നവർ അവർ പിശാചിന്റെ സോദരന്മാരായിട്ടിക്കറാറ്. ഓരോരുത്തരും അള്ളാഹുവിൻ്റെ മിത്രങ്ങളാകാനാണ് ശ്രമിക്കുന്നത്. ഒരിക്കലും ദുന്തുകാരിക നടത്തുന്ന സുഖലോലുപ്പന്മാർക്ക് അള്ളാഹുവിൻ്റെ മിത്രന്മാരാകാൻ സാധ്യമല്ല. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ഗവർണറായി യമനിലേക്ക് റസൂലുള്ളാഹി അയക്കരുത്. മനസ്സിലാക്കണം, ഗവർണറായിട്ടാണ് അയക്കരുത്. എവിടേക്ക്? യമനിലേക്ക്. അണ്ട് യമനുണ്ട് ചെന്നെങ്കിൽ വലിയ ഒരു സ്ഥിതിവന്തമായിട്ട് ശ്രീമന്ത രാഷ്ട്രമായിട്ടിന്ത് ഇവിടെയത്തല്ലേ യമനുണ്ട് ചൊല്ലുന്നത്. വലിയ ധാരാളം പണമുള്ള ഒരു രാജ്യമാണ്. അപ്പം അങ്ങനെയുള്ള രാജ്യത്തേക്ക് ഗവർണറായിട്ട് മുആദ് റളിയല്ലാഹു അൻഹുവിനെ റസൂൽ അയക്കുമ്പോൾ ചൊന്ന ഒരു പഴക്കമുണ്ട്, ഒരു ഉപദേശം. എന്തിനെ? ഒരു ഗവർണറുടെ ചെന്നെങ്കിൽ ആ രാജ്യത്ത് തന്നെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാൻ സാധിക്കും. പ്രധാനമായ ഒരു സ്റ്റേറ്റിന്റെ പദവിയാണല്ലോ ഗവർണറിന്റെ ചൊല്ലുന്നത്. ആ ഗവർണറായിട്ട് ഇങ്ങനെ മുആദിനെ ചൊല്ലൊരു പഴക്കം, സുഖലോലുപത, ദുന്തുകാരിക്ക് ഒരിക്കലും നിന്റെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. എന്നിട്ട് ചൊല്ലുന്നത് ഒരിക്കലും അല്ലാഹുവിന്റെ അടിമകൾക്ക് സുഖലോലുപന്മാരാകാൻ ദുന്തുകാരിക്ക് നടത്താൻ സാധ്യമല്ല. ഈ ചൊന്നതിൻ്റെ അർത്ഥം ജിപ്പണനാവണുണ്ടല്ല, കഞ്ചൂസാവണുണ്ടല്ല. അങ്ങനെ ആരും വിചാരിക്കരുത്, കഞ്ചൂസ് പാടില്ല, അതിനിടയിലാകണം. അതും പരിശുദ്ധ ഖുർആൻ വ്യക്തമായി ചൊല്ലുറ്, നീ നിന്റെ കയ്യിലെ നിന്റെ പെരടിയിലേക്ക് നിന്റെ കഴുത്തിലേക്ക് നീടരുത്, അതിനെ ഇങ്ങനെ വിശാലമായി ചാച്ചരുത്. ഒരു ആലങ്കാരികമായ പ്രയോഗമാണത്. നിന്റെ കയ്യിലെ നീ കൊറലിലേക്ക് എന്താക്കരുത്, നീ ഇങ്ങനെ കെട്ടരുത്, ബന്ധിക്കരുത് എന്ന് ചൊന്നെങ്കിൽ നീ ജിപ്പുണനാകരുത്. പിടിയായിട്ടല്ലേ, നീ എന്താ പറയുക, കഞ്ചൂസ് ആകരുത്. നീ അതിനെ വിശാലമായ നിലയ്ക്ക് ഇങ്ങനെ നീ അതിനെ എക്സ്റ്റെൻഡ് ആക്കണമെന്ന്
തീര ചാച്ചണക്ക് തീരാണ്ട് ചെന്നെങ്കിൽ ദുന്തുകാരിക്കുന്നതിൻ്റെ ഭാഗത്തുണ്ടാവണം തീര. ഖുർആൻ ഒരു ആലങ്കാരിക പ്രയോഗമാണ്. അപ്പോൾ ജണ്ടുണ്ടാവും തീര പിഴയത്തല്ലേ. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഒരിക്കലും അമിതത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിപ്പോകാൻ പാടില്ല. അത്തരത്തിൽ അമിതത്വം കാണിക്കുന്നവർക്ക് നാം നല്ല വാക്കിലൂടെ അവരെ ഉപദേശിക്കണം. എത്രയോ ആളുകൾ വിവാഹത്തിൻ്റെ പേരിൽ എത്രയോ ദിവസങ്ങളോളം 4ഉം 5ഉം ദിവസങ്ങളൊക്കെ ഇങ്ങനെ ദുർത്തടിക്കുന്നത് കാണാം. ഇത് മഹത്തായ ഇസ്ലാമിൻ്റെ സംസ്കാരമല്ല എന്ന് നാം അവരെ പഠിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഉമ്മത്തിന് അല്ലാഹു തആല ശരിയായ ദിശാബോധം പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, 1-2 കാര്യം നിങ്ങൾ ഉണർത്തണമുള്ളത് ഉണ്ട്. നമ്മുടെ പള്ളിയുടെ കലക്ഷൻ എല്ലാവരും ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. വളരെ പ്രയാസത്തിലാണ് പള്ളിയുടെ ഓരോ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായവും പിന്നീട് നിങ്ങളുടെ സംഭാവനയിലൂടെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഓരോരുത്തരും, ഓരോ ആണും പെണ്ണും ഉദാരമായ നിലക്ക് നിങ്ങൾ സംഭാവന ചെയ്യണം. രണ്ടാമത്, നാളെ ഇവിടെ ശനിയാഴ്ച നമ്മുടെ പെൺമക്കൾക്കുള്ള ക്ലാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ധാരാളം സ്ത്രീകൾ ഇതിൽ ഭാഗവാക്കാകണം. പിന്നീട് നമുക്ക് ഈ ജനുവരി 13 ഈ അടുത്ത ശനിയാഴ്ച നമ്മുടെ മദ്രസ മക്കളുടെ, നമ്മുടെ ഈ കുദ്രോളി ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ദാറുൽ ഖൈർ മദ്രസ മക്കളുടെ ഒരു ആനുവൽ ഫെസ്റ്റ് നമ്മോട് വെച്ചിരാം ഇതേ ഗ്രൗണ്ടിൽ തന്നെ ഇൻഷാ അല്ലാഹ്. അത് എല്ലാവരെയും ഞാൻ ക്ഷണിക്കരുത്. നിങ്ങളുടെ ഇവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥിനികൾ, അവരുടെ രക്ഷക പോഷകന്മാർ, അവരുടെ പേരൻസ്മാർ കുടുംബ സമേതം എന്താക്കണം, ഈ പരിപാടിയിലേക്ക് വരണം. കാരണം ഈ ആനുവൽ ഫെസ്റ്റ് ഉണ്ട് ചൊല്ലരുത്. സാധാരണ സ്കൂളുകളിലൊക്കെ വെക്കാറുണ്ട്. പക്ഷേ നമ്മുടേത് അങ്ങനെയല്ല. നമ്മുടെ മദ്രസയിൽ വെക്കുന്നത് ശരിക്കും ഇസ്ലാമിൻ്റെ ആ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടല്ലോ, ആ ഇസ്ലാമിൻ്റെ ആ ചട്ടക്കൂട്ടിൽ ഒതുങ്ങിയും കൊണ്ടാണ്. ഇവിടെ അതിനപ്പുറം പോകണമെന്നില്ല. അതാവശ്യമാണ്. കാരണം നമ്മുടെ മക്കളുണ്ട് ചൊല്ലരുത്. അവരുടെ മനസ്സിൽ ഒരുപാട് കലാവാസനകൾ അടങ്ങിയിട്ടുണ്ട്. പിടിയത്തില്ലേ, ഒരുപാട് മഹത്വമേറിയ ഗുണവിശേഷണങ്ങളുള്ള വിശേഷതകളുള്ള മക്കളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. നമുക്കറിയുന്നില്ല. എല്ലാം അവരുടെ ഉള്ളിൽ ഹിഡനായിട്ടിരിക്കും. അതുകൊണ്ട് അതിനെ പ്രകടമാക്കൊണ്ടുള്ള, ഡിക്ലെയർ ആക്കൊണ്ടുള്ള ഒരു അവസരമാണ് ഇതുപോലത്തെ ആനുവൽ ഫെസ്റ്റിലുണ്ടാകുന്നത്. അതിന് പൂർണ്ണമായി നിങ്ങളുടെ ഭാഗം സഹകരണമുണ്ടാകണം. എല്ലാവരും കുടുംബസമേതം വരണം. അന്ന് അസർക്ക് തുടങ്ങി ഇൻഷാ അല്ലാഹ് ഇശാ നിസ്കാരം വരെ പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. പൂർണ്ണമായ നിലയ്ക്ക് നിങ്ങളതിൽ പാർട്ടിസിപ്പേറ്റ് ആകണം. നിങ്ങളുടെ മക്കളുടെ പരിപാടികൾ നിങ്ങൾ തന്നെ വീക്ഷിക്കണം. അതിന് പുറമെ അതിന് ചില സംഭാവന ഫൈനാൻഷ്യലായിട്ടും ഒരുപാട് എമൗണ്ടുകൾ ആവശ്യമുണ്ട്. നിങ്ങളുടെ ചൊല്ലേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രവർത്തകന്മാർ നിങ്ങളെ സമീപിക്കുമ്പോൾ പൂർണ്ണമായ നിലയ്ക്ക് സാമ്പത്തികമായിട്ടുള്ള നിങ്ങളെ സപ്പോർട്ട്, നിങ്ങളെ എല്ലാ ബെമ്പലവും ഹമ്പലവും ആ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളെ ഓരോരുത്തരോടും ആവശ്യപ്പെടരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ പാവനമായ ദീനിൽ അടിയുറച്ച് വിശ്വസിച്ചും കൊണ്ട് നാളെ പരലോകത്ത് അവൻ്റെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ കുടുംബസമേതം ജീവിക്കാൻ, നമ്മുടെ മക്കളുടെ കൂടെ കുടുംബസമേതം ജീവിക്കാൻ റബ്ബു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധത്തിലുള്ള ശാരീരികമായ മാനസികമായ പ്രയാസങ്ങൾ അല്ലാഹു തആല ദൂരീകരിച്ച് തരുമാറാകട്ടെ. اللهم توفنا مسلمين والحقنا بالصالحين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. പിന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, നാളക്കലി ഇവിടെ ബജാൽ ജല്ലുഗുഡയിൽ മസ്ജിദ് സലാമരെ പരിസരത്ത് വെച്ചിട്ട് ഒരു ധാർമ്മികമായിട്ട് ഒരു സമാവേശമുണ്ട്. വനീസ് പാപ്പിനിശ്ശേരി അതിൽ പ്രസംഗിക്കുന്നുണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഇബാദല്ലാഹ് رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.